ഗിമിക്കുകളൊക്കെ നല്ലതാണ്. പക്ഷെ ഇത് സിനിമയായിട്ട് പുറത്തു വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഈ പടം ഒരു ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും എന്നാണ്. ഞാൻ ആദ്യം നെഗറ്റീവ് അടിക്കാന്ന് വിചാരിക്കരുത്. എമ്പുരാൻ L2E ഭയങ്കര സംഭവമായിരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ആയിത്തീരണേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു വിഷ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ 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 ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ആശീർവാദ് സിനിമാസിനോ അല്ലെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസിനോ ഈ പേടി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമ്മളൊരു മോഹൻലാൽ ഫാനാണ്. മോഹൻലാൽ ഫാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഭ്രാന്ത് പിടിച്ച മോഹൻലാൽ ഫാൻ ഒന്നല്ല. മോഹൻലാലും അജിത്തും ഈ രണ്ടുപേരും നമുക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അപ്പൊ ഈ ഒരു സിനിമ, ഈ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുമിച്ച് ആ സമയത്ത് എടുക്കുമായിരുന്നെങ്കിൽ ഒരു സംഭവമായിരുന്നു. കാരണം എപ്പോഴും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ വലിയൊരു സംഭവം നല്ല സിനിമയിൽ, എന്നാലും നമ്മൾ കണ്ടിട്ടുള്ള അത്രയും പടങ്ങൾ എപ്പോഴും ഈ സീക്വൽ എടുക്കുമ്പോൾ ഒരുമിച്ച് ആ സമയത്ത് തന്നെ എടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഫസ്റ്റ് പാർട്ട് വേസ്റ്റ് ആയിരിക്കും, സെക്കൻഡ് പാർട്ട് സൂപ്പർ ആയിരിക്കും, തേർഡ് സൂപ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഹിറ്റ് ആയിരിക്കും, സെക്കൻഡ് പാർട്ട് ഒരു ആവറേജ് അല്ല, വെറും പൊളി, വെറും വേസ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒക്കെ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഈ ജെറോം ഫ്ലിന്നിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നാണ് ഞാൻ പുള്ളിയെ കണ്ടത്. പുള്ളി വന്നിട്ട് മറ്റേ ബ്രിട്ടീഷ് ആക്സെന്റിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഐ കനോട്ട് റിവീൽ മച്ച് എന്നൊക്കെയാണ് പുള്ളി വന്ന് അടിക്കുന്നത്. നമ്മുടെ ഗോവർദ്ധൻ, അങ്ങനെ ഒരുപാട് സായികുമാർ, ഇങ്ങനത്തെ ഈ എന്തോ മഹേഷ് വർമ്മ അല്ലേ, ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ റിവീൽ ചെയ്തപ്പോൾ, അതായത് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിനെയൊക്കെ ആദ്യം റിവീൽ ചെയ്തിട്ട് വലിയ ക്യാരക്ടറിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാജുഭായി, പൃഥ്വിരാജ് ഏട്ടൻ. പൃഥ്വിരാജ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിങ്ങനെ റിവീൽ ചെയ്യാൻ. അങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഉള്ള ഈ ഗിമിക്കുകളൊക്കെ നല്ലതാണ്. പക്ഷെ ഇത് സിനിമയായിട്ട് പുറത്തു വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഈ പടം ഒരു ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും എന്നാണ്. ഞാൻ ആദ്യം നെഗറ്റീവ് അടിക്കാന്ന് വിചാരിക്കരുത്. ഫ്ലോപ്പ് ആവില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും വലിയ പണം മുടക്കിയിട്ട്, ഈ ബറോസിനൊക്കെ അത്യാവശ്യം പണം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ബറോസൊക്കെ പൊളിഞ്ഞുപോയി. പക്ഷെ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അങ്ങനെ ഒരു ഹൈപ്പാണ്, അമ്മാതിരി എക്സ്പെക്ടേഷനാണ്. ഈ എക്സ്പെക്ടേഷൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, അത് നടക്കാതെ പോകുന്നു, നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആയി പോകുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ഈ പടം എനിക്ക് ഇതിന്റെ ഓരോ ആൾക്കാരെ റിവീൽ ചെയ്യുമ്പോഴും എനിക്കിങ്ങനെ ഇയാൾക്ക് എന്തോ ഒരു കുട്ടിത്വം വന്ന പോലെ. ഈ എല്ലാ കലാകാരന്മാർക്കും, എല്ലാ ഈ ഡയറക്ടേഴ്സിനും ഉള്ള ഒരു പ്രശ്നമാണ് അത്. അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു കുട്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ആദ്യം ഒന്നും പുറത്തു വരില്ല. കാരണം ആദ്യം പുറത്തു വരാത്തതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, അത് ഓവറായി പോവോ എന്നുള്ള ഒരു ഇതിലാണ് പുറത്തു വരാത്തത്. ലിജോ ജോസ് അതിനൊരു വലിയൊരു എക്സാമ്പിളാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ അകത്തുള്ള ഒരു കുട്ടിത്വം ഇങ്ങനെ പുറത്തു വന്നിട്ട് കാരണം ഇവരുടെ ചുറ്റിനുള്ള ആൾക്കാർ എല്ലാത്തിനും ഇങ്ങനെ എസ് വെക്കാണ്. എല്ലാം ഇങ്ങനെ ഓ സൂപ്പർ ചേട്ടാ, ഓ അടിപൊളി സാർ സൂപ്പർ സാർ എന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇവരുടെ ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാണ്. എനിക്ക് ഈ ജെറോം ഫ്ലിന്നെ കണ്ടപ്പോൾ, ജെറോം ഫ്ലിന്ന് ശരിക്കും അയാളെ ഇതിനകത്ത് എടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവം. ഇത്രയും വലിയൊരാളിനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഭയങ്കരമായിരിക്കും. പക്ഷേ ജെറോം ഫ്ലിന് കാര്യമായിട്ടുള്ള റോളൊന്നും കാണത്തില്ല. പുള്ളി ഒരു മെയിൻ വില്ലനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇയാളെ ലാലേട്ടനെ സഹായിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ ഇത്രയും വലിയൊരു കാശ് ഇറക്കേണ്ട ആവശ്യമുണ്ടോ, ഇത്രയും വലിയൊരാളിനെ ഇറക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടോ. ഇപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഇവനെ അതെടാ മൈരൻ എന്നുള്ള രീതിയിൽ അവർ പറയും. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, ഇതിനകത്ത് ഇത്രയും വലിയൊരാളിനെ ഇറക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിനകത്തുള്ള ആൾക്കാർ ആദ്യം തന്നെ ഭയങ്കര ഒരു സ്റ്റാർ കാസ്റ്റാ. പിന്നെ ഈ സെക്കൻഡ് പാർട്ട് വന്നപ്പോഴേക്കും മറ്റേ ഹിന്ദിയിൽ നിന്ന് ആൾക്കാർ വരുന്നു, ഇപ്പൊ ഇംഗ്ലീഷിൽ നിന്ന്. ഈ ജെറോം ഫ്ലിൻ എന്നൊക്കെ പറയുന്ന അയാള് കോണ്ടാക്ട്സ് കാരണം വരുന്നതാണ്. പക്ഷെ കോണ്ടാക്ട്സ് കാരണം വന്നാലും അയാളുടെ റിനുമറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ വേറെ വല്ലതും കാര്യം ഉണ്ടാവും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ. അയാൾ ചെയ്തൊന്നുമില്ല, അമ്മാതിരി ഒരാളാണ്. ഇതിനകത്ത് ആദ്യം ഉള്ളത് തന്നെ ഭയങ്കര ഒരു സ്റ്റാർ കാസ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ അത്രയും കാശ് മുടക്കിയിട്ട് ഇതിന്റെ മറ്റേ ലോഞ്ചിങ്ങിൽ പൃഥ്വിരാജും ലാലേട്ടനും ഒക്കെ സംസാരിക്കുമ്പോൾ എന്തോ 4 ഹെലികോപ്റ്റർ വേണമെന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ
ഉള്ള തമാശയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മാതിരി കാശിറക്കിയാണ് ഈ പടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പടം വിജയിച്ചില്ലെങ്കിൽ ഇത് മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവരെല്ലാം കാശൊക്കെ മേടിച്ചു കഴിഞ്ഞു ഇവർ പോടാന്ന് പറഞ്ഞിട്ട് ഈ ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒന്നാമതേ കുറേ അടിമേടിച്ചിരിക്കുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ഇപ്പോൾ ഏകദേശം തകർന്നു പോകുന്ന ലെവലിലാണ് എന്നാണ് എൻ്റെ ഒരു ഞാൻ അറിഞ്ഞത്. അതൊരു ടോക്കുണ്ട്, അത് ഈ സിനിമാ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയാം. ഇവര് എന്തോ ഭയങ്കര മണി ലോണ്ടറിങ് പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ മേലിൽ. അത് മാത്രമല്ല, ഇവർ ഇപ്പോൾ ഈ അടുത്തെടുത്ത ഒരുപാട് പടങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്, വേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ പടവും കൂടെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കാശിറക്കാൻ കഴിവുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇല്ലാതാവുകയും അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരുപാട് സിനിമ രംഗത്തുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും എന്നാണ്. ഇപ്പൊ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നാട്ടില്. നമ്മുടെ നാട്ടില് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. കാരണം ഈ താരങ്ങൾ ഒരുപാട് കാശ് മേടിക്കുന്നു, കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവർ അവർക്ക് വേണമെന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാം മറ്റേ അടിപൊളിയാ, അവർക്ക് വേണ്ടെന്ന് അവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റേ ആ ഒരു സ്കീമാണ് അവരുടെ ഒരു പരിപാടി. ഈ എമ്പുരാൻ 2ന്റെ റിവീലിംഗ് കണ്ടിട്ട് ഞാൻ കുട്ടിക്കളി പോലെ ആയിപ്പോയോ എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന മറ്റേ ഈ ഗെയിമിലൊക്കെ ഉണ്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേൾഡൊക്കെ ഓപ്പൺ ആയിട്ട് ആ ഒരു സംഭവമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെടാൻ കാരണം നമ്മള് മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ഭയങ്കര ഹിറ്റാ. അത് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു റോ നേച്ചറാണ്. ആ മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻലാലിന്റെ ലാലേട്ടന്റെ ആ ഒരു ക്യാരക്ടർ, ആ ലൂസിഫർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അതൊരു ലൂസിഫർ എന്നുള്ള പേര് ആ സിനിമയിൽ ഇല്ലല്ലോ. ആ സിനിമയില് ഇബിലീസ് അതേതെന്നൊക്കെ പറഞ്ഞ മറ്റേ ഗോവർദ്ധൻ പറയുന്നതാണ്. അപ്പൊ അത് ആൾക്കാരിലേക്ക് ഇങ്ങനെ ആ സമയത്ത് ഭയങ്കര ഒരു ഹരമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു 5-6 വർഷം കഴിഞ്ഞ് നമ്മൾ അതേ മൂഡില് ആ സമയത്ത് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്ത് അപ്പൊ തന്നെ ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞ് റിലീസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അതിങ്ങനെ ഡിലേ ആയി പോയി, കൊറോണ വന്നു, അത് ഇത് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഈ ഒരു കാലഘട്ടത്തിൽ 2025 കൊണ്ട് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ 2025 ഇപ്പോഴത്തെ ഒരു സിനിമ ഇറക്കിയാ വിജയിക്കുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഈ പടം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എമ്പുരാൻ അതേപോലെ ഒരു സംഭവമാണ്, വിജയിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന, എൻ്റെ ഒരു ആഗ്രഹം അതാണ്. പക്ഷേ ഇതിന്റെ റിവീലിങ്ങിനും മറ്റേ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഞാനിങ്ങനെ, കാരണം ഇതിന്റെ സ്ക്രിപ്റ്റിൽ അത്ര വലിയ ഒരു കഴമ്പുണ്ടാവും തോന്നുന്നില്ല. കാരണം മുരളി ഗോപിയുടെ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ വെച്ചിട്ടുള്ള ട്വിസ്റ്റും കാര്യങ്ങളും, അതിനകത്ത് ആ മറ്റേ ജയിലിലൊരു പാട്ട് പാടുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് അമ്മാതിരി അതിങ്ങനെ ഫീൽ ചെയ്ത് എഴുതിയ ഒരു സംഭവമാണ്. ഈ സെക്കൻഡ് പാർട്ടും അതേ മൂഡിൽ അതേ ഒരു ഫീലിങ്ങോടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് പാർട്ട് ഭയങ്കരമായിരിക്കും. അല്ലെങ്കിൽ ഈ പടം പൊളിയും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ ആ തോന്നൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടാം എന്ന് വിചാരിച്ചാണ്. കാരണം ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല, സമയമില്ലായിരുന്നു, വേറെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറച്ച് ഫ്രീ ആയപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ട് എനിക്കാകെ പേടി തോന്നാണ്. ഈ സിനിമയുടെ ഈ ഒരു പോക്ക് കണ്ടിട്ട് ഇതിന്റെ റിവ്യൂവിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ആകെ പേടി തോന്നാണ്. പടം വിജയിക്കട്ടെ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനത് ആദ്യം പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറയുന്ന അതാണ്. പക്ഷേ കണ്ടിട്ട് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ പടം വിജയിക്കണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. താങ്ക് യു.